H2Sന്റെ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പ്ലസ് ടുവിന്റെ ക്ലാസ് ആണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നതുകൊണ്ടാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാസങ്ങളായിട്ട് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കാറില്ല. കുറച്ച് സമയത്തിന്റെ പരിമിതി ഉണ്ടായിരുന്നതുകൊണ്ടാണ് കേട്ടോ. എല്ലാവരും ക്ഷമിക്കുമല്ലോ. പിന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്തപ്പോഴും സഹകരിച്ച, വീഡിയോ കണ്ട, സപ്പോർട്ട് ചെയ്ത, സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും വളരെ സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി നമുക്ക് ക്ലാസ്സുകൾ പുനരാരംഭിക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പ്ലസ് ടുവിൻ്റെ ക്ലാസ് തുടങ്ങുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് നിർമ്മമോ യോജകഃ എന്നുള്ള പാഠം എടുത്തിട്ടില്ല എന്നാണ് കുട്ടികൾ പറയുന്നത്. അത് മനസ്സിലായിട്ടില്ല, ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണമെന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനത് ആ ക്ലാസ്സാണ് ഇപ്പോൾ എടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ പരീക്ഷയ്ക്ക് ആവാറായി. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചോളൂ, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. 2-3 വീഡിയോസ് ആയിട്ട് ഈ നിർമ്മമോ യോജകഃ എന്ന് പറയുന്ന പാഠം ഞാൻ അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ക്ലാസ്സിലേക്ക് പോയാലോ. നമുക്ക് വേസ്റ്റ് ചെയ്യാൻ സമയമില്ല, അതുകൊണ്ട് വേഗം നമുക്ക് ക്ലാസ്സുകൾ ആരംഭിക്കാം കേട്ടോ. നിങ്ങളുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് എനിക്കൊരു വലിയ സന്തോഷ വാർത്ത പറയാനുള്ളത്, കഴിഞ്ഞ മാർച്ചിൽ എനിക്ക് CBSEയുടെ സഹോദയയുടെ ടീച്ചർ എക്സലൻസ് അവാർഡ് കിട്ടുകയുണ്ടായി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങളുടെയൊക്കെ ബ്ലെസ്സിങ്ങും അനുഗ്രഹങ്ങളുമാണ് എനിക്ക് ഇതൊക്കെ നേടിത്തരുന്നത്, നിങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥികൾ. അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട്. നിങ്ങളോടൊക്കെ സ്നേഹവും ആദരവും ഉണ്ട്. ഓക്കെ, അത് നിങ്ങളോട് പറയണമെന്ന് തോന്നി. അപ്പോൾ 23-24 വർഷത്തിൽ എനിക്ക് 2 അവാർഡാണ് കിട്ടിയത്. ഒന്ന് സ്റ്റേറ്റിൻ്റെ ബെസ്റ്റ് ടീച്ചർ അവാർഡ്, PTA സ്റ്റേറ്റ് PTAയുടെ, പിന്നെ CBSE എക്സലൻസ് അവാർഡും കിട്ടുകയുണ്ടായി. ഓക്കെ, അപ്പോൾ അതൊന്നും നിങ്ങളെ അറിയിക്കണം എന്ന് തോന്നി. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ കാര്യങ്ങളായിട്ട് തിരക്കാണ്. പിന്നെ വേറെ കുറച്ച് വിശേഷങ്ങളുണ്ട്, ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ. കുട്ടികളൊക്കെ കാത്തിരിക്കുകയാണ്. അവർക്ക് എത്രയോ പ്രാവശ്യമായി കുട്ടികൾ അയക്കുന്നുണ്ട്. ഞാൻ എല്ലാ മെസ്സേജസും കാണാറുണ്ട്, ഞാൻ മറുപടി അയക്കാറുണ്ട് കേട്ടോ. സമയം തീരെ ഇല്ലാത്തതുകൊണ്ടാണ്, നിങ്ങൾ വിഷമം വിചാരിക്കരുത്. എനിക്ക് ചില ദിവസങ്ങളിൽ ഭയങ്കര സങ്കടം വരും, കാരണം കുറേ സമയം വേണം നമുക്ക് വീഡിയോ എടുക്കാനും അപ്ലോഡ് ചെയ്യാനും, അതിൻ്റെ കൂടെ ഇരിക്കണം കുറേ സമയം. അപ്പോൾ അതിനുള്ളൊരു ഇതില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ സന്തോഷം. എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം കേട്ടോ. പ്ലസ് ടു മക്കളെ, പരീക്ഷയ്ക്ക് റെഡി ആയിക്കോളൂ. നമുക്ക് ഇപ്പോൾ ആ ക്ലാസ്സുകൾ തുടങ്ങാൻ പോവാണ്. അപ്പോൾ ആദ്യമായിട്ട് നിർമ്മമോ യോജകഃ എന്ന് പറയുന്നത്, നിങ്ങളുടെ ഈ പാഠം പുസ്തകം എടുത്തു കഴിഞ്ഞാൽ മുദ്രാരാക്ഷസം എന്ന് പറയുന്ന ഒരു പേജ് കാണാം. മുദ്രാരാക്ഷസം എന്ന് പറയുന്ന ഒരു നാടകമാണ്. ആ നാടകം എഴുതിയിട്ടുള്ളത് വിശാഖദത്തനാണ്. ആദ്യം ഇതിൻ്റെ കഥ പറഞ്ഞാലേ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ. മനസ്സിലായോ? അപ്പോൾ വിശാഖദത്തൻ എഴുതിയ ഒരു നാടകത്തിൻ്റെ പേരാണ് മുദ്രാരാക്ഷസം. അതാണ് വിശാഖദത്തേന വിരചിതം ഭവതി മുദ്രാരാക്ഷസം നാടകം. അസ്മിൻ നാടകെ സപ്തംഗാഃ സന്ധ്യ, 7 അംഗങ്ങളാണ് ഇതിലുള്ളത്. നാടകെ അസ്മിൻ ചാണക്യ ആചാര്യസ്യ കൗടില്യം രാഷ്ട്രമീമാംസായാഃ തത്വാനി ച വർണ്ണിതാനി. ഈ നാടകത്തിൽ പറയുന്നത് ചാണക്യ ആചാര്യൻ്റെ അല്ലെങ്കിൽ കൗടില്യൻ്റെ രാഷ്ട്രമീമാംസ, രാഷ്ട്രതന്ത്രത്തെക്കുറിച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ആണ്. പിന്നെയോ അഭിപ്രേതം കാര്യം സാധയിതും മഹാത്മഭിഹി തൈരാവിഷ്കൃതാനി തന്ത്രാണി ഹൃദയാവർജകാനി ഭവന്തി. അതായത് അവർ ആലോചിച്ച കാര്യം, ഓരോ മഹാത്മാക്കളും അവരുടെ ഹൃദയത്തിൽ ചിന്തിച്ച കാര്യം നടപ്പാക്കാൻ വേണ്ടി വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. നീതിബോധസ്യ പരാകാഷ്ഠാസ്മിൻ നാടകേ ദൃശ്യതേ. ഈ നാടകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നീതിബോധത്തിൻ്റെ ഒരു വലിയ ഒരു ഉന്നത അവസ്ഥയാണ്. പരാകാഷ്ഠ എന്ന് പറഞ്ഞാൽ അത്യുന്നതമായ ഒരു അവസ്ഥയാണ് നമുക്കിതിൽ കാണുന്നത്. നീതിബോധത്തിൻ്റെ അത്യുന്നത അവസ്ഥ കാണിക്കുന്ന ഒരു നാടകമാണ്, നാടകത്തിലെ ഒരു ചെറിയ അംഗമാണ് നമ്മൾ ഇന്നിപ്പോൾ പഠിക്കാൻ പോകുന്നത്. അപ്പം വിരളതയായവ സ്ത്രീപാത്രാണം ചിത്രണം. ഇവിടെ സ്ത്രീ കഥാപാത്രങ്ങൾ വളരെ കുറവാണ് കേട്ടോ ഈ നാടകത്തിൽ. വീരരസപ്രധാനെ പ്രഖ്യാതെ ഇതിവൃത്തയുക്തയസ്മിൻ സാത്വതി ആരഭടി വൃത്തി വർത്തതെ. ഈ നാടകത്തിൽ പ്രയോഗിച്ചിട്ടുള്ള വൃത്തി എന്ന് പറയുന്നത് സാത്വതി ആരഭടി വൃത്തികളാണ്. വിശാഖദത്തസ്യ കാലം അധികൃത്യ മതഭേദഃ അസ്യാഭി സ്വയം ചതുർത്ഥ പഞ്ചമശതകയോഃ മധ്യേ ലബ്ധജന്മ ഇതി വിദുഷാം മതം. അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ ജനിച്ച കാലഘട്ടത്തെക്കുറിച്ചും സമയത്തെക്കുറിച്ചിട്ടൊക്കെ മതഭേദങ്ങളുണ്ട്, അതായത് വിവിധ അഭിപ്രായങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഇനി നാടകസ്യ അസ്യ അന്തിമ ഭാഗഃ പാഠ്యాంശത്വേന യോജിതഃ.
നാടകത്തിന്റെ അവസാന ഭാഗമാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. അപ്പൊ 7 അംഗങ്ങളാണുള്ളത്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മുദ്രാരാക്ഷസം എന്ന് പറയുന്ന ഒരു നാടകമാണ്. അത് എഴുതിയിട്ടുള്ളത് വിശാഖദത്തനാണ്. പേരുകൾ മറക്കരുത്. വിശാഖദത്തനാണ്. അതില് ചാണക്യ ആചാര്യന്റെ അഥവാ കൗടില്യന്റെ യുദ്ധതന്ത്രങ്ങളെക്കുറിച്ചും രാഷ്ട്രമീമാംസയെക്കുറിച്ചിട്ടുള്ള പ്രതിപാദ്യ വിഷയങ്ങളാണ് അതിലുള്ളത്. നീതിബോധത്തിന്റെ അത്യുന്നതമായ അവസ്ഥയെ കൂടി ഈ നാടകത്തിൽ പ്രതിപാദിക്കുന്നു. ഇതിലെ 7ാമത്തെ അംഗത്തിന്റെ ചെറിയൊരു ഭാഗമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ, ഈ 5 പോയിന്റ്സ് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ ചാണക്യൻ ആരായിരുന്നു എന്നുള്ളതാണ്. അതുകൂടി മനസ്സിലായാലാണ് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇത് ആരാണ് എന്നുള്ളത് ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, പേജ് നമ്പർ 97. ആ പേജ് ഒന്ന് എടുത്തുള്ളൂ. അത് ഞാൻ ഇതിൽ ഇട്ടിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ ബുക്ക് ഉണ്ടല്ലോ, അപ്പൊ അതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പൊ അതിലെ മുഴുവൻ വായിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതിന്റെ ഒരു ഇതിവൃത്തം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പൊ പരീക്ഷയുടെ സമയമായാലോ, നമുക്ക് തീരെ സമയമില്ല കളയാനായിട്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ടോട്ടൽ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് നന്ദവംശൻ, നന്ദരാജാവ് എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് ചന്ദ്രഗുപ്ത മൗര്യന്റെ സാമ്രാജ്യത്തെ മുഴുവൻ തകർത്ത് കളഞ്ഞു. ചന്ദ്രഗുപ്ത മൗര്യൻ മൗര്യ സാമ്രാജ്യത്തെ മുഴുവൻ തകർത്തെറിഞ്ഞ രാജവംശമാണ് നന്ദരാജവംശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതില് രക്ഷപ്പെട്ടു വന്ന നന്ദരാജാവ് എന്താ പറയാ വധിക്കാതെ വിട്ടുകളഞ്ഞ ഒരാളാണ് ചന്ദ്രഗുപ്തൻ എന്ന് പറയുന്ന ആൾ. ഏറ്റവും അവസാനത്തെ കണ്ണിയായ ചന്ദ്രഗുപ്തൻ എന്ന് പറയുന്ന ആള്. ഈ ചന്ദ്രഗുപ്തൻ എന്ന് പറയുന്ന ആളാണ്, രാജാവാണ് മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത്. മനസ്സിലായോ? ഈ മൗര്യ സാമ്രാജ്യത്തിന്റെ വ്യാപ്തി എന്ന് പറഞ്ഞാല് മൈസൂര് മുതൽ പേർഷ്യ വരെ നീണ്ടു കിടക്കുന്ന ഒരു വലിയ സാമ്രാജ്യത്തിന് അധിപതിയായിത്തീർന്നു ആര്? ചന്ദ്രഗുപ്ത മൗര്യൻ പിന്നീട്. അപ്പൊ നന്ദരാജാവ് മൗര്യ സാമ്രാജ്യത്തെ മുഴുവൻ തകർത്തെറിയുകയും അതിൽ നിന്ന് രക്ഷപ്പെട്ട ചന്ദ്രഗുപ്തൻ വേറൊരു സ്ഥലത്ത് രക്ഷപ്പെട്ട് ജീവിക്കുകയും ചെയ്തു. മനസ്സിലായോ? പിന്നീട് ചാണക്യൻ അഥവാ വിഷ്ണുഗുപ്തൻ എന്ന് പറയുന്ന ഈ കൗടില്യന്റെ 3 പേരാണ് അദ്ദേഹത്തിന്. വിഷ്ണുഗുപ്തൻ, ചാണക്യൻ, കൗടില്യൻ എന്നൊക്കെ പറയുന്ന ഒരാളാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾ ഉപയോഗിച്ച് നന്ദരാജവംശത്തെ ഉന്മൂലനം ചെയ്യണത്. നന്ദരാജവംശത്തെ മുഴുവൻ നശിപ്പിച്ചു കളയാണ് ആര്? ചന്ദ്രഗുപ്തൻ. അങ്ങനെ മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കുന്നു. മനസ്സിലായോ? അപ്പൊ നന്ദരാജാക്കന്മാര് ഒരു സെറ്റ്, ചന്ദ്രഗുപ്തന്റെ മൗര്യ സാമ്രാജ്യം വേറൊരു സെറ്റ്. മൗര്യ സാമ്രാജ്യത്തെ നന്ദരാജാവ് തകർത്ത് കളഞ്ഞു. അതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരൊറ്റ ആളാണ്, അവസാനത്തെ കണ്ണിയാണ് ചന്ദ്രഗുപ്തൻ. ചന്ദ്രഗുപ്തൻ അദ്ദേഹത്തിന്റെ സാമ്രാജ്യം തിരിച്ചു പിടിക്കാനായിട്ട് ചന്ദ്രഗുപ്തനെ സഹായിച്ച വ്യക്തിയാണ് വിഷ്ണുഗുപ്തൻ എന്ന് പറയുന്ന ചാണക്യൻ എന്ന് പറയുന്ന കൗടില്യൻ. ഇപ്പൊ മനസ്സിലായോ? അപ്പൊ കൗടില്യനും ചാണക്യനും വിഷ്ണുഗുപ്തനൊക്കെ ഒരാളാണ്, ഒരു ബ്രാഹ്മണനാണ്. അപ്പൊ ഇദ്ദേഹത്തിന് എങ്ങനെയാണ് ഇത്രയധികം കഴിവുണ്ടായതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് നല്ല അറിവുള്ള വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തിന് ഈ നന്ദരാജാക്കന്മാര് അദ്ദേഹത്തെ ഒരിക്കൽ അപമാനിക്കുകയുണ്ടായി. അതൊക്കെ വലിയ കഥയാണ്, കുറെ ഉണ്ട്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഈ നന്ദരാജാക്കന്മാര് അദ്ദേഹത്തെ അപമാനിക്കുകയുണ്ടായി. അപ്പൊ ഈ നന്ദരാജാക്കന്മാരോട് അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും വൈരാഗ്യമുണ്ടായി. ഇത് മനസ്സിലാക്കിയ എന്താ പറയുക ചന്ദ്രഗുപ്ത രാജാവ് ഇദ്ദേഹത്തെ സുഹൃത്താക്കുകയും അദ്ദേഹത്തിനെ മന്ത്രിയാക്കുകയും ചെയ്തു. അങ്ങനെ ഈ വിഷ്ണുഗുപ്തന്റെ അഥവാ കൗടില്യന്റെ ഉപദേശപ്രകാരമാണ് പിന്നീട് ഭരണം നടത്തിയതും യുദ്ധം ചെയ്തതും രാജ്യങ്ങളൊക്കെ വിസ്തൃതി വർദ്ധിപ്പിച്ചതും നന്ദന്മാരെ തോൽപ്പിച്ചതും. മനസ്സിലായോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ഇനി ഇതിൽ പറയുന്ന കഥ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിന്റെ ബേസിക്സ് കേട്ടോ. അപ്പൊ ഈ ചന്ദ്രഗുപ്തൻ എങ്ങനെയാണ് ഇദ്ദേഹത്തെ കണ്ടുപിടിക്കുന്നത് എന്ന് വെച്ചാൽ, ഒരു ദിവസം ഒരു ബ്രാഹ്മണൻ വഴിയിലൂടെ നടന്നു പോകുന്നു. അങ്ങനെ നോക്കിയപ്പോൾ ഈ ബ്രാഹ്മണന്റെ കാലിലൊരു മുള്ളു കുത്തിക്കുന്നു. അപ്പൊ ഈ മുള്ളു കുത്തിയത് എടുത്തിട്ട് ഈ ബ്രാഹ്മണൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അതിനെ പൊടിക്കുന്നു. ആ മുള്ളിനെ എടുത്തിട്ട് പൊടിക്കുന്നു, എന്നിട്ട് അത് വെള്ളത്തിൽ കലക്കിയിട്ട് കുടിക്കുന്നു. അപ്പൊ ചോദിച്ചപ്പോ പറയുന്നത്, ഞാൻ എന്നെ ഉപദ്രവിച്ചവരെ വേദനിപ്പിച്ചവരെ വേരോടെ ഉന്മൂലനം ചെയ്യും എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത് കേട്ടപ്പോഴാണ് ചന്ദ്രഗുപ്തന് മനസ്സിലായത്, ഇദ്ദേഹത്തെ കൂട്ടുപിടിച്ചാൽ എനിക്ക് നന്ദരാജാക്കന്മാരെ എതിർത്ത് തോൽപ്പിക്കാൻ പറ്റും എന്ന് മനസ്സിലായത്. അങ്ങനെയാണ് ചന്ദ്രഗുപ്തൻ ഈ വിഷ്ണുഗുപ്തനെ കൂടെ ചേർക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ നന്ദരാജാക്കന്മാരെ ഉപേക്ഷിച്ച അല്ലെങ്കിൽ അപമാനിച്ച ആളാണ് ഈ കൗടില്യൻ എന്ന് പറയുന്ന ആള്. അങ്ങനെ ഇദ്ദേഹത്തെ കൂട്ടുപിടിച്ച് മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കുകയാണ് ഉണ്ടായത്. ഇനി ഈ നാടകത്തിൽ ഉദ്ദേശിക്കുന്നത് പറയുന്ന ചെറിയൊരു ഭാഗം എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല്, ഈ രാക്ഷസൻ എന്ന് പറയുന്ന ആള്, രാക്ഷസഹ എന്ന് പറയുന്ന വ്യക്തി നന്ദരാജാവിന്റെ മന്ത്രിയാണ്.
ഓക്കെ. അപ്പൊ ഈ നന്ദരാജാവിന്റെ മന്ത്രിയായിട്ടുള്ള രാക്ഷസൻ ഈ രാക്ഷസനെ സ്വന്തം സൂത്രത്തോടുകൂടി സ്വന്തം സൂത്രം പ്രയോഗിച്ചിട്ട് ചാണക്യൻ അവനവന്റെ പക്ഷത്താക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവനവന്റെ പക്ഷത്താക്കിയിട്ട് ഈ ചന്ദ്രഗുപ്ത മൗര്യന്റെ മന്ത്രിയാക്കി മാറ്റുകയാണ്, പ്രധാനിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ അവസാനത്തെ അംഗത്തിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. അവസാനത്തെ നാടകത്തിന്റെ അവസാന ഭാഗമാണല്ലോ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇതിൽ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, ഈ രാക്ഷസഹ എന്ന് പറയുന്ന ആള് നന്ദരാജാവിന്റെ പക്ഷത്തുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയെയും മക്കളെയും കൊണ്ടുവന്ന് മോഷ്ടിച്ചു കൊണ്ടുവന്ന്, തന്ത്രങ്ങളാണ് അതൊക്കെ കേട്ടോ, മോഷ്ടിച്ചു കൊണ്ടുവന്നിട്ട് ഈ രാക്ഷസന്റെ തന്നെ ഒരു ഫ്രണ്ടായിട്ടുള്ള ചന്ദനദാസന്റെ വീട്ടിൽ താമസിപ്പിക്കുന്നു. എന്നിട്ട് ചന്ദനദാസനോട് പറയാണ് ഈ രാക്ഷസന്റെ പുത്രകളത്രാദികൾ ഇവിടെ ഉണ്ടെന്ന് നീ അറിയിച്ചു കഴിഞ്ഞാൽ നിനക്ക് അതിന്റെ അനന്തരഫലം നേരിടേണ്ടി വരും, നീ മിണ്ടരുത് രാക്ഷസനോട് എന്ന് പറയാണ്. അങ്ങനെ രാക്ഷസനെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്ത് രാക്ഷസനെ ഈ ചന്ദ്രഗുപ്ത മൗര്യന്റെ ആളാക്കി മാറ്റുകയാണ് ആര് ചെയ്യുന്നത്? വിഷ്ണുഗുപ്തൻ അല്ലെങ്കിൽ കൗടില്യൻ എന്ന് പറയുന്ന ഈ ചാണക്യൻ ചെയ്യുന്നത്. എന്നിട്ട് ചാണക്യൻ അങ്ങനെ നല്ലൊരു മന്ത്രിയെ ഏൽപ്പിച്ചു കൊടുത്തതിന് ശേഷം ചാണക്യന്റെ ജീവിതം വീണ്ടും സന്യാസ ജീവിതത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. മനസ്സിലായോ? അപ്പോൾ ചന്ദ്രഗുപ്ത മൗര്യനു വേണ്ടി നന്ദസാമ്രാജ്യത്തെ തോൽപ്പിക്കാനും രാഷ്ട്രമീമാംസ പഠിപ്പിക്കാനും യുദ്ധതന്ത്രങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനും ഒക്കെ കൂടെ നിന്നത് കൗടില്യൻ എന്ന് പറയുന്ന ഈ ബ്രാഹ്മണനാണ്. എന്നിട്ട് അതിനുശേഷം അദ്ദേഹത്തിന്റെ ദൗത്യം വിജയിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന് നന്ദരാജാക്കന്മാരോടുള്ള വൈരാഗ്യം തീർക്കാൻ പറ്റി, ചന്ദ്രഗുപ്തന് അവരോടുള്ള വൈരാഗ്യം തീർക്കാൻ പറ്റി, നന്ദരാജാക്കന്മാരെ അടിത്തറ പറ്റിച്ചു കളഞ്ഞു, മൊത്തം നശിപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് അവരുടേതായിട്ടുള്ള ഇനിയിപ്പോ ഈ ചാണക്യന്റെ ആഗ്രഹങ്ങൾ തീർന്നു, ചന്ദ്രഗുപ്തന്റെ ആഗ്രഹങ്ങൾ തീർന്നു. അപ്പൊ അദ്ദേഹം സ്വജീവിതത്തിലേക്ക് മടങ്ങി പോകാൻ ആഗ്രഹിക്കുന്നു. ആ സമയത്ത് ഈ ചന്ദ്രഗുപ്ത മൗര്യന് വീണ്ടും രാജ്യം ഭരിക്കണമല്ലോ. അപ്പൊ അതിനു വേണ്ടി ഒരു നല്ല മന്ത്രിയെ കൂടി ഏൽപ്പിച്ചു കൊടുത്തിട്ടാണ് ആ നീതിബോധം, അതാണ് നേരത്തെ പറഞ്ഞ നീതിബോധത്തെ ഉയർത്തി കാണിക്കുന്നു എന്ന് പറയുന്നത്. ഈ രാക്ഷസ എന്ന് പറയുന്ന വ്യക്തിയെ ഇവിടെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ചാണക്യൻ സന്യാസത്തിലേക്ക് അല്ലെങ്കിൽ ബാക്കിയുള്ള സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുന്നു എന്നുള്ളതാണ്. അതാണ് ഈ കഥയുടെ ഈ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ള ചെറിയൊരു പോർഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഏകദേശം മനസ്സിലായില്ലോ ആരാണ് നന്ദരാജാവ്? വിഷ്ണുഗുപ്ത മൗര്യന്റെ ശത്രു. നന്ദരാജാവിന്റെ മന്ത്രിയായിരുന്ന ആളാരാ? രാക്ഷസൻ. നന്ദരാജാവിന്റെ കൂടെ നിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആര്? വിഷ്ണുഗുപ്തൻ അല്ലെങ്കിൽ ചാണക്യൻ. നന്ദരാജാവിൽ നിന്ന് അപമാനം നേരിട്ടത് ആരാണ്? ചാണക്യൻ. അതുകൊണ്ട് തന്നെ വിഷ്ണുഗുപ്തൻ എന്ത് ചെയ്തു? ചാണക്യനെ കൂടെ കൂട്ടി. ചാണക്യൻ വിഷ്ണുഗുപ്തന്റെ കൂടെ വന്നിട്ട് എന്ത് ചെയ്തു? നന്ദരാജാക്കന്മാരെ അടിത്തറ പറ്റിക്കാൻ വേണ്ട തന്ത്രങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു, യുദ്ധതന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്തു, എല്ലാ തരത്തിലുള്ള തന്ത്രങ്ങളും. അങ്ങനെയുള്ള തന്ത്രങ്ങൾ എഴുതിയിട്ടുള്ള പുസ്തകമാണ് എന്താ പറയുക, ചാണക്യന്റെ അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത്. ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു പുസ്തകമാണ് അർത്ഥശാസ്ത്രം. എല്ലാ കാര്യങ്ങളും, ഒരു രാജ്യം ഭരിക്കേണ്ടതിൻ്റെ, മന്ത്രികളുടെ പ്രജകളെ നോക്കേണ്ട എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് വിഷ്ണുഗുപ്തന്റെ ആഗ്രഹങ്ങൾ സാധിച്ച് മൗര്യ സാമ്രാജ്യം പുനഃസ്ഥാപിച്ചു. പിന്നീട് ആഗ്രഹങ്ങൾ സാധിച്ചു കഴിഞ്ഞപ്പോൾ കൗടില്യനെ അവിടുന്ന് ഇറങ്ങേണ്ട സമയമായപ്പോൾ സമർത്ഥനായ രാക്ഷസൻ എന്ന് പറയുന്ന രാക്ഷസഹ എന്ന് പറയുന്ന മന്ത്രിയെ ചന്ദ്രഗുപ്തന്റെ മന്ത്രിയാക്കാൻ സഹായിച്ചു. അങ്ങനെ അവനവന്റെ നീതിബോധവും രാജാവിനോടുള്ള കൂറും കടപ്പാടും ജനങ്ങളോടുള്ള ഒരു പ്രതിബദ്ധതയും തെളിയിക്കുന്ന ഒരു സെക്ഷനാണ് ഈ അവസാന ഭാഗം. അതുകൊണ്ടാണ് അത് നേരത്തെ പറഞ്ഞത്. അപ്പോൾ മുദ്രാരാക്ഷസം എന്ന് പറയുന്ന നാടകത്തിലൂടെ ഈ കഥ മുഴുവൻ ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. മുദ്രാരാക്ഷസം എഴുതിയത് വിശാഖദത്തനാണ്. 7 അംഗങ്ങളാണ് അതിലുള്ളത്. മനസ്സിലായോ? ആരഭടി ഏതൊക്കെ വൃത്തിയാണ് അതിലുള്ളത്? ആരഭടി, സാത്വതി വൃത്തികളാണ്. അത് പണ്ട് ഉപയോഗിച്ചു വന്നിരുന്ന ഒരു വൃത്തിയുടെ പേരാണ്, ഒരു രീതിയാണ് എഴുതുന്നതിൻ്റെ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇപ്പോൾ ഒരുവിധം ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇനി പാഠം വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുമ്പോൾ കുറച്ചുകൂടി ബാക്കി എക്സ്പ്ലനേഷൻസ് ഞാൻ പറയും. മനസ്സിലായോ? അപ്പോൾ ഇത് പേജ് നമ്പർ 97, 98 ഈ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചാണക്യനീതി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രസിദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് മനുഷ്യർ ഫോളോ ചെയ്യേണ്ട രീതിയിലുള്ള കാര്യങ്ങളാണ്. ചാണക്യനീതി സൂത്രാണി എന്ന് പറഞ്ഞിട്ട് പേജ് നമ്പർ 96 ഒരു യെല്ലോ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ കൊടുത്തിട്ടുണ്ട് പൂർവം നിശ്ചിത്യ പശ്ചാത് കാര്യം ആരഭേദ. ആദ്യം ആലോചിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. അല്ലാണ്ട് ആലോചിക്കാണ്ട് ഓടിപ്പോയി ചെയ്ത് തുടങ്ങല്ല. അപ്പം പല തെറ്റുകളും സംഭവിക്കും, പിന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പം ആദ്യം ആലോചിച്ച് വേണം ചെയ്യാൻ. കാര്യാന്തരെ ദീർഘസൂത്രത ന കർത്തവ്യ ന ചലച്ചിത്രസ്യ കാര്യാവാപ്തി.
അതായത് കാര്യം കഴിഞ്ഞതിന് ശേഷം പിന്നെ സൂത്രപ്പണിയൊന്നും പാടില്ല. ചെയ്ത കാര്യങ്ങൾ ചെയ്ത പോലെ തന്നെ ഇരിക്കണം. ദോഷവർജിതാനി കാര്യാണി ദുർലഭാനി. ആ ചാണക്യ നീതിയിൽ കൊടുത്തിട്ടുള്ള, നീതിസാരത്തിൽ കൊടുത്തിട്ടുള്ള കുറെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വെറുതെ ഒന്ന് വായിച്ചു പോവുക. ഇത് ചോദിക്കുമോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ചോദിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ഇനിയിപ്പോൾ എവിടുന്നെങ്കിലും ഒരു ചാണക്യ നീതി എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേതെങ്കിലും ഒരു സൂത്രം എളുപ്പമുള്ള ഒരെണ്ണം എടുത്തിട്ട് എഴുതാൻ നോക്കാം. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഈ കാര്യം മനസ്സിലായില്ലേ? ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമുക്ക് പാഠത്തിലേക്ക് പോയാലോ? വളരെ കുറച്ച് ഞാൻ ഈ പാഠത്തിൽ ഭാഗത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. കാരണം എന്താ വെച്ചാലേ കുറേ ഉള്ളത് കൊണ്ട്. അപ്പം ഇനി അതിലെ കഥാപാത്രങ്ങൾ, അടുത്ത മഞ്ഞ ബോക്സ് നോക്കും. ഇപ്പം മഞ്ഞ ബോക്സിൽ മാത്രം ഞാനിപ്പോൾ പേജിൽ എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. ഇതിലെ ഈ ഭാഗത്ത് നമ്മൾ പഠിക്കുന്ന ഭാഗത്തുള്ള കഥാപാത്രം ചാണക്യഹ. ചാണക്യഹ എന്ന് പറഞ്ഞാൽ കൗടില്യഹ വിഷ്ണുഗുപ്തഹ ചന്ദ്രഗുപ്തസ്യ ഗുരു. മനസ്സിലായില്ലേ? ചന്ദ്രഗുപ്ത മൗര്യന്റെ ഗുരു കൂടിയാണ്. അപ്പൊ കൗടില്യൻ, വിഷ്ണുഗുപ്തൻ എന്നൊക്കെ പറയുന്നത് ചാണക്യനെ തന്നെയാണ്. അത് ക്ലിയർ ആക്കുക. അത് ഈ പേരുകൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്ത പോലെ തോന്നുന്നത്. രാക്ഷസഹ എന്ന് പറഞ്ഞാൽ നന്ദരാജസ്യ പ്രധാന അമാത്യഹ. നന്ദരാജാവിന്റെ പ്രധാനപ്പെട്ട മന്ത്രിയാണ്. സർവാർത്ഥ സിദ്ധേഹ അമാത്യഹ മലയകേതുന സാർദ്ധം സന്ധിം കൃത്വ ചന്ദ്രഗുപ്തസ്യ സ്ഥാനഭ്രംശനാർത്ഥം പ്രയത്നം അകരോത്. അപ്പൊ ഈ ചന്ദ്രഗുപ്തനും നന്ദരാജാവും തമ്മിൽ യുദ്ധമായിരുന്നല്ലോ. അപ്പൊ ആ സമയത്ത് അമാത്യനായ നന്ദരാജാവിന്റെ അമാത്യനായ രാക്ഷസൻ മലയകേതു എന്ന് പറയുന്ന വ്യക്തിയോട് കൂടി സന്ധി ചെയ്തിട്ട് ചന്ദ്രഗുപ്തനെ തോൽപ്പിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാണ് പറയുന്നത്. കിന്തു പുനഃ സ്വസുഹൃദ ചന്ദനദാസസ്യ പ്രാണരക്ഷാർത്ഥം ചന്ദ്രഗുപ്തസ്യ അമാത്യപദം സ്വീകർത്തും പ്രേരിതോഭൂത്. പിന്നീട് എന്താ ഉണ്ടായത്? പിന്നീട് ചന്ദ്രഗുപ്തന്റെ പ്രധാനപ്പെട്ട കൂട്ടുകാരനായ ചന്ദനദാസന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് ആരുടെ മന്ത്രിയാവേണ്ടി വന്നു? ചന്ദ്രഗുപ്തന്റെ മന്ത്രിയാവേണ്ടി വന്നു. മനസ്സിലായോ? അതാണ് രാക്ഷസഹ. ഇനി പുരുഷഹ എന്ന് പറഞ്ഞാൽ ചാണക്യ അനുചരഹ, ചാണക്യന്റെ കൂടെ നിൽക്കുന്ന ഒരാൾ. രാജാവ് എന്ന് പറയുന്നത് ചന്ദ്രഗുപ്തനാണ്, ചാണക്യന്റെ ശിഷ്യനാണ്, പാടലീപുത്രത്തിന്റെ യുവരാജാവാണ്, മൗര്യ സാമ്രാജ്യ സ്ഥാപകനാണ്. ഈ 4 കാര്യങ്ങളാണ് രാജ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന് ചന്ദ്രഗുപ്ത രാജാവ് എന്ന് വിളിക്കാം നമുക്ക്. അദ്ദേഹത്തെ ചാണക്യന്റെ ശിഷ്യൻ എന്ന് വിളിക്കുന്നുണ്ട്. പാടലീപുത്രത്തിന്റെ യുവരാജാവ് എന്ന് അഭിസംബോധന ചെയ്യുന്നുണ്ട്. അതുപോലെ മൗര്യ സാമ്രാജ്യ സ്ഥാപകൻ. ഇതൊക്കെ ഈ രാജാവിന്റെ പര്യായങ്ങളാണ്. അപ്പൊ ചന്ദ്രഗുപ്തൻ എന്നാണ് രാജാവിന്റെ പേര്. ഇനി ചന്ദനദാസ എന്ന് പറഞ്ഞാല് വണിക് ശ്രേഷ്ഠ, ഒരു വ്യാപാരം ചെയ്യുന്ന ഒരു ശ്രേഷ്ഠനാണ്. വണിക്ക് എന്ന് പറഞ്ഞാൽ വ്യാപാരിയാണ്, വ്യാപാര ശ്രേഷ്ഠനാണ്. അമാത്യ രാക്ഷസസ്യ പ്രിയ സുഹൃത്ത്, ഈ രാക്ഷസന്റെ പ്രിയ സുഹൃത്താണ്. അപ്പൊ അദ്ദേഹത്തെ ഇതിലേക്ക് എന്തിനാ കൊണ്ടുവന്നത് എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിനെ രാക്ഷസനെ ഇദ്ദേഹത്തിന്റെ പക്ഷത്താക്കാൻ വേണ്ടി ഈ ചന്ദനദാസന്റെ സഹായമല്ല, ചന്ദനദാസനെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടാണ് ഇത് സാധിച്ചെടുക്കുന്നത് ചാണക്യൻ. അദ്ദേഹത്തിന്റെ യുദ്ധതന്ത്രം തന്നെ, അല്ലെങ്കിൽ സൂത്രം തന്നെ. അപ്പോ അങ്ങനെയാണ്, അതാണ് ചന്ദനദാസൻ. ഇപ്പൊ ക്യാരക്ടേഴ്സിനെ കുറിച്ച് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമുക്ക് പാഠഭാഗത്തിന്റെ ഫസ്റ്റ് പേജ് മാത്രം ഞാനിപ്പോൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിക്കണേ, അല്ലെങ്കിൽ ഒരുപാട് നേരമാവും. നമുക്കിനി അടുത്ത ഭാഗങ്ങൾ അടുത്ത വീഡിയോസിൽ ചെയ്യാം കേട്ടോ. അടുത്ത് തന്നെ ചെയ്യാം, വേഗം തന്നെ. അപ്പൊ നിർമ്മമോ യോജകഃ. അപ്പൊ നമുക്ക് പാഠഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. കാരണം ഒരു ലെങ്തി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാവും, അതുകൊണ്ടാണ്. അപ്പൊ ഇതില് രാജാവ് ചാണക്യം ഉപസൃത്യ, ചാണക്യന്റെ അടുത്ത് വന്നിട്ട് ആര്യ ചന്ദ്രഗുപ്ത പ്രണമതി, ചന്ദ്രഗുപ്തൻ അങ്ങയെ പ്രണമിക്കുന്നു എന്ന് പറയുന്നു. ചാണക്യ രാജാനം ഉപസൃത്യ, രാജാവിന്റെ സമീപത്ത് വന്നിട്ട് അയം അമാത്യ രാക്ഷസ പ്രാപ്ത, ഇതാ അമാത്യ രാക്ഷസൻ വന്നിട്ടുണ്ട്, മന്ത്രിയായ രാക്ഷസൻ വന്നിട്ടുണ്ടെന്ന്. ആരുടെ മന്ത്രി? നന്ദരാജാവിന്റെ മന്ത്രി കേട്ടോ. പ്രണമൈനം, ഏനം പ്രണമ, ഇദ്ദേഹത്തെ പ്രണമിച്ചാലും എന്ന് പറയാണ്. എന്തിനാ രാജാവ് ചാണക്യനെ പ്രണമിക്കുന്നത്? രാജാവിന്റെ ഗുരു ആയതുകൊണ്ടാണ്, മന്ത്രി ആയതുകൊണ്ടല്ല, ഗുരു ആയതുകൊണ്ടാണ് പ്രണമിക്കുന്നത് കേട്ടോ. അപ്പൊ രാക്ഷസം ഉപസൃത്യ, അപ്പൊ രാജാവ് രാക്ഷസന്റെ സമീപത്ത് വന്നിട്ട് ആര്യ ചന്ദ്രഗുപ്ത പ്രണമതി, ആര്യ ഞാൻ ചന്ദ്രഗുപ്തൻ അങ്ങയെ പ്രണമിക്കുന്നു എന്ന് പറയാണ്. അപ്പൊ രാക്ഷസ, ഈ രാക്ഷസ എന്ന് പറയുന്നത് ഒരു പേരായിട്ട് മാത്രം കണക്കാക്കാം കേട്ടോ, അല്ലാണ്ട് മറ്റേ ഭീകരരൂപിയുള്ള രാക്ഷസനല്ല. ഇതൊരാളുടെ വ്യക്തിയുടെ പേരാണ്. ഓക്കെ, ചിലപ്പോൾ അയാളുടെ ബുദ്ധിപ്രഭാവം കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു പേരിട്ടിട്ടുണ്ടാവുക. മന്ത്രിയായിരുന്നല്ലോ നന്ദരാജാവിന്റെ, അപ്പൊ പല പല കാരണങ്ങൾ ഉണ്ടാവും. അപ്പൊ രാക്ഷസ എന്ന് പറയുന്ന ഒരു പേരാണ്. അപ്പൊ ഇദ്ദേഹം പറയാണ് വിലോക്യ സ്വഗതം, ഈ രാക്ഷസൻ എന്ന് പറയുന്ന വ്യക്തി ഈ രാജാവിനെ നോക്കിയിട്ട് സ്വന്തമായിട്ട് പറയണം, ആത്മഗതം പറയാം. അയ്യേ ചന്ദ്രഗുപ്ത, ഓ ചന്ദ്രഗുപ്ത, യ ഏഷ, ഇദ്ദേഹമാണ് ബാലയേവഹി ലോകേസ്മിൻ സംഭാവ്യ
തഥാവിധ മഹോദയ ക്രമേണ ആരൂഢവാൻ രാജ്യം യൂഥൈശ്ചര്യം ഇവ ദ്വിപഹ. ബാലനായിട്ട് ലോകത്തെ സമീപിക്കുകയും, അതായത് ഇദ്ദേഹത്തിന്റെ രാജ്യത്തെ നശിപ്പിച്ച സമയത്ത് ഈ ചന്ദ്രഗുപ്തൻ ഒരു ചെറിയ ബാലകനായിരുന്നല്ലോ. അപ്പൊ ഒരു ബാലനായിരിക്കുമ്പോ തന്നെ ഈ ലോകത്തിൽ സ്വന്തം പ്രഭാവം തെളിയിച്ച ആളാണ് അദ്ദേഹം. എന്താണ്, ഒരു ആന അതിന്റെ ആനക്കൂട്ടത്തിൽ നേതാവാവുന്നത് എപ്രകാരമാണോ, യൂഥപഹ എന്ന് പറഞ്ഞാൽ നേതാവ്, ആനയുടെ നേതാവ്, അതായത് ഗ്രൂപ്പിന്റെ നേതാവാകുന്നത് എപ്രകാരമാണോ അതുപോലെ സ്വന്തം കഴിവ് ഒരു ബാലനായിരിക്കുമ്പോൾ തന്നെ തെളിയിച്ച ഇദ്ദേഹമാണല്ലോ ചന്ദ്രഗുപ്തൻ എന്ന് പറയാണ്, സ്വഗതം പറയാണ്. എന്നിട്ട് പ്രകാശം ഉറക്കെ പറയാണ്, രാജൻ വിജയസ്വ, പ്രാർത്ഥിക്കുകയാണ് അങ്ങ് വിജയിക്കട്ടെ എന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ രാജാവ് പറയാണ്, ആര്യ ജഗത കിംന വിജിതം മയേതി പ്രവിചിന്യതാം ഗുരൗ ഷഡ്ഗുണ്യ ആര്യേച്ച ജാഗ്രതി. എന്താണ്, ജഗത കിംന വിജിതം മയേതി പ്രതിചിന്യതാം. രാജാവ് പറയാണ്, ഗുരൗ ഷഡ്ഗുണ്യ ചിന്തയാമാര്യേ ചാര്യേച്ച നാ ജാഗ്രതി. എന്താണ്, എൻ്റെ ഗുരുവായ ചാണക്യനും അവിടുന്നും, ആര്യ എൻ്റെ ഗുരുവായ ചാണക്യനും അങ്ങും 6 ഗുണങ്ങളുടെ ചിന്തയാൽ ജാഗരൂകരായിരിക്കുമ്പോൾ, നിങ്ങൾക്ക് 6 ഗുണങ്ങൾ, എല്ലാ ഗുണങ്ങളും തികഞ്ഞ നിങ്ങളുടെ കൂടെ ഞാൻ കൂടിക്കഴിഞ്ഞാൽ പിന്നെ ജയിക്കാൻ എന്താ ബാക്കിയുള്ളത്? എല്ലാം ജയിച്ചിരിക്കുന്നു, എല്ലാം എന്നാൽ സാധ്യതമാണ്. നിങ്ങൾ 2 പേരെ പോലുള്ള മന്ത്രിമാർ എനിക്കുള്ളപ്പോൾ എനിക്കെല്ലാം സാധിക്കും എന്ന് തിരിച്ച് ചന്ദ്രഗുപ്ത മൗര്യൻ അദ്ദേഹത്തോട് പറയുന്നു. അപ്പോൾ 2 ശ്ലോകങ്ങളാണുള്ളത്. ഒന്ന് രാക്ഷസൻ ചന്ദ്രഗുപ്തനെ കുറിച്ച് സ്വന്തമായിട്ട് മനസ്സിൽ വിചാരിക്കുന്നത്, 2 ചന്ദ്രഗുപ്ത മൗര്യൻ രാക്ഷസനോട് പറയുന്നത്. അപ്പോൾ ചെറുപ്പം ബാലനായിരിക്കുമ്പോൾ തന്നെ പേരും പ്രഭാവവും ഉണ്ടാക്കിയ ആളാണ് ചന്ദ്രഗുപ്തൻ. ഒരു ആന എങ്ങനെയാണോ ആനകളുടെ നേതാവായി തീരുന്നത്, മിടുക്കനായ ആന, അതുപോലെ എന്ന് പറയുന്നത് ഒന്ന്. അത് രാക്ഷസൻ ചിന്തിക്കുന്നത്. രണ്ടാമത്തെ, ലോകത്ത് എന്താണ് അസാധ്യമായിട്ടുള്ളത്? 6 ഗുണങ്ങളുടെയും പ്രഭാവം തെളിയിക്കുന്ന നിങ്ങളെപ്പോലുള്ള 2 അമാത്യന്മാർ എനിക്കുള്ളപ്പോൾ ലോകം മുഴുവൻ എനിക്ക് വിജയിക്കാൻ എളുപ്പമാണല്ലോ എന്ന് ചന്ദ്രഗുപ്തൻ പറയുന്നത്. അങ്ങനെ 2 ശ്ലോകങ്ങളാണ് ഈ പാഠത്തിലുള്ളത്. അപ്പോൾ ഇത്രയാണ് ഞാൻ ഇന്ന് ക്ലാസ്സിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത്രയും വരെ പാഠഭാഗങ്ങളൊന്ന് നന്നായിട്ട് വായിച്ചു നോക്കുക. അപ്പൊ ചാണക്യൻ ആരാന്ന് മനസ്സിലാക്കുക, ആ കഥാസാരം വായിക്കുക, എഴുതിയത്, നാടകത്തിന്റെ പേര്, ചാണക്യന്റെ പേര്, കഥാപാത്രങ്ങൾ, പിന്നെ പാഠം. ഇത്രയും ഭാഗം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. എന്നിട്ട് ഇതിന്റെ കണ്ടിന്യൂഷൻ അടുത്ത് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, മാർക്ക് വാങ്ങിക്കുക. എന്തെങ്കിലും കാര്യം സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഓൺലൈനിൽ വരണമെങ്കിൽ വരാം. എനിക്ക് എന്നാ നിങ്ങളുടെ എക്സാം എന്ന് അറിയില്ല, അപ്പോൾ പറഞ്ഞാൽ മതി, കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമസ്തേ, അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക് യു.